തിരുവനന്തപുരം നടക്കുന്ന കേരള സ്കൂൾ കായികമേളയിൽ അത്ലറ്റിക്സ് മത്സരങ്ങളിൽ പാലക്കാടിന്റെ കൊടുങ്കാറ്റ് കാണാണ് രാവിലെ. സീനിയർ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും ഒക്കെ 3000 മീറ്ററിൽ ഉൾപ്പെടെ പാലക്കാട് 4 സ്വർണവും 2 വെള്ളിയും വാരിക്കൂട്ടി. ആദ്യത്തെ മീറ്റ് എന്റെ സന്തോഷമായി. നന്നായിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല തയ്യാറെടുപ്പുണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു കോമ്പറ്റീഷൻ? മറ്റുള്ളവരിൽ നിന്നുള്ളൊരു ഫൈറ്റ് ഉണ്ടായിരുന്നോ? ഇല്ല, എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. ഇനിയുടെ ബെസ്റ്റ് ടൈം ആണോ ഇത്? ബെസ്റ്റ് ആണോന്ന് അറിയില്ല. സന്തോഷമുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു കോമ്പറ്റീഷൻ? നല്ല ടഫ് ഉണ്ടായിരുന്നു കോമ്പറ്റീഷൻ. രണ്ടാമത്തെ പ്രാവശ്യമാണ് മീറ്റ് ചെയ്യുന്നത് സ്റ്റേറ്റ് വന്നിട്ട്. കഴിഞ്ഞ വർഷം ഗോൾഡായിരുന്നു, ഇപ്രാവശ്യം ഗോൾഡാണ്. സന്തോഷം. എങ്ങനെ പ്രാക്ടീസ് ഒക്കെ എങ്ങനെയാ? പ്രാക്ടീസ് രാവിലെയും വൈകുന്നേരം ഉണ്ട്, എല്ലാ ദിവസവും ഉണ്ട്. പാലക്കാടൻ കൊടുങ്കാറ്റാണ് ട്രാക്കിൽ ആദ്യ 4 ഇനങ്ങളിലും പാലക്കാടിന് സ്വർണം, 3 ഇനങ്ങളിൽ ഇതിൽ തന്നെ വെള്ളിയുണ്ട്, 1 വെങ്കലമുണ്ട്. കഴിഞ്ഞ കൊച്ചി മീറ്റിൽ പാലക്കാടിന് ഒരു ചെറിയ തിരിച്ചടി നേരിട്ടിരുന്നു. പക്ഷേ അവരുടെ ശക്തമായ തിരിച്ചുവരവാണ് ഇത്തവണ കാണുന്നത്. ആദ്യ ഇനം സീനിയർ പെൺകുട്ടികളുടെ 3000 മീറ്റർ ആയിരുന്നു. ഇനിയെയാണ് തുടക്കമിട്ടത്. ഇനിയിൽ നിന്ന് തൊട്ടടുത്ത് വരുന്ന എല്ലാ വിൻഡറുകളിലും, അതായത് 4ൽ 4 ഇനങ്ങളിലും പാലക്കാട് സ്വർണം നേടുന്ന കാഴ്ചയാണ് കണ്ടത്. ഇതിൽ 3 ഇനങ്ങളിൽ വെള്ളിയും വന്നു, 1 ഇനത്തിൽ വെങ്കലവും കിട്ടി എന്നുള്ളതാണ്. അതായത് പാലക്കാടിൻ്റെ ഏറെക്കുറെ ഒരു സമഗ്രാധിപത്യം എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ തവണ മലപ്പുറത്തിൻ്റെയും എറണാകുളത്തിൻ്റെയും വെല്ലുവിളി വലിയ രീതിയിൽ തിരിച്ചടിയേറ്റ പാലക്കാടിൻ്റെ അല്ലെങ്കിൽ അവരുടെ ആ പെരുമയ്ക്ക് വലിയ രീതിയിൽ കോട്ടം തട്ടി എന്ന തരത്തിലൊക്കെ തന്നെയായിരുന്നു ആളുകൾ വിലയിരുത്തിയിരുന്നത്. പക്ഷേ അതിശക്തമായ തിരിച്ചുവരവാണ് മനോജ് മാഷിൻ്റെ നേതൃത്വത്തിലുള്ള ടീമിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. എല്ലാ മത്സരങ്ങളും അതിഗംഭീര പ്രകടനം. ഇനിയും ആദർശമടക്കമുള്ള പുത്തൻ താരങ്ങൾ ട്രാക്കിൽ ദീർഘദൂര ഓട്ടത്തിൽ 3000 മീറ്ററിൽ അങ്ങനെ പാലക്കാടിനെ വലിയ രീതിയിൽ ജയത്തിലേക്ക് എത്തിക്കുന്നു, അല്ലെങ്കിൽ സ്വർണം തന്നെ കൊണ്ടുവരുന്നു. പാലക്കാടിന് വലിയ അഭിമാന നിമിഷം. അവരുടെ പ്രതാപം അല്ലെങ്കിൽ പി യു ചിത്ര അടക്കമുള്ള വലിയ താരങ്ങൾ ഉണ്ടാക്കി തന്ന വലിയ നേട്ടങ്ങൾ അതൊരുപക്ഷെ കൈമോശം വന്നിരുന്നു എന്നുള്ള വലിയ വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങളിലും അല്ലെങ്കിൽ വലിയ പിന്തുണ കിട്ടാതോടുകൂടി, ഇല്ലെങ്കിൽ പല സ്കൂളുകളുടെയും ഉദയത്തോടുകൂടി പാലക്കാടിൻ്റെ സാധാരണ നിസ്സാരമായ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ പരിമിതമായ സൗകര്യങ്ങളിൽ നിന്ന് വളർന്നു വന്ന പലപ്പോഴും അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള പാലക്കാടിനെ വലിയ തിരിച്ചടി നേരിടുന്നതാണ്. പക്ഷേ അവരുടെ കൈമുതലായിട്ടുള്ള കാര്യം സ്വന്തം കരുത്ത്, അല്ലെങ്കിൽ ചെറിയ സൗകര്യങ്ങളിൽ പോലും, അല്ലെങ്കിൽ ഉള്ളിലുള്ള ആ തീ, ആ കനൽ അത് ഒരിക്കലും അണഞ്ഞിട്ടില്ല എന്ന തരത്തിൽ തന്നെയാണ് പാലക്കാടിൻ്റെ കുതിപ്പ് കാണുന്നത്.